ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു ഈ ഒരു പാക്കിൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തപ്പം വളരെ നല്ല റിസൾട്ടാണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു സ്കിൻ ടൈപ്പുകാർക്കും 100% ഇത് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പറഞ്ഞ പോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എത്ര കറുത്ത് ഇരുണ്ടവരായാലും നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്താൽ മതി. എല്ലാ പിന്നെ കറുത്താൽ എന്താ കുഴപ്പം, കറുത്തിരിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്നുള്ളവരൊന്നും ട്രൈ ചെയ്യേണ്ട. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ ഇത്. അപ്പോൾ നിറം വെക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം ഇത് കണ്ടാൽ മതി. കറുപ്പിനോടൊരു ദേഷ്യമോ വെളുപ്പിനോട് കൂടുതൽ ഇഷ്ടമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല, നിറം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ടിപ്പ് മാത്രമാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലുണ്ടല്ലോ, വീട്ടിൽ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു അലോവേര ജെല്ലാണെങ്കിൽ അതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. എല്ലാം പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ അതായാലും മതി. 1 ടേബിൾ സ്പൂൺ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുക്കുക. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, കുറച്ച് പഞ്ചസാര എടുക്കുക, അത്രയേ ഉള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നുള്ള അലോവേര ജെൽ എടുക്കുന്ന സമയത്ത് അതിനൊരു യെല്ലോ കളർ ഒരു സാധനം വരും. അത് പോയ്സൺ ആണ് കേട്ടോ. അത് യൂസ് ചെയ്യാൻ പാടില്ല, അത് കളഞ്ഞാളയണം. എന്നിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുക്കണം, എന്നാലാണ് നല്ലത്. വീട്ടിലുള്ള അലോവേര ആണെങ്കിൽ അതിൻ്റെ ആ തണ്ടിൻ്റെ മേലെ തന്നെ നമുക്ക് ഈ ഒരു പഞ്ചസാര ഇട്ടിട്ട് സ്ക്രബ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു സ്ക്രബിങ്ങിന് വേണ്ടി തയ്യാറാക്കിയതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മുഖത്ത്, ഞാനിപ്പം കയ്യിലാണ് കാണിച്ചു തരുന്നത്, പക്ഷേ നിങ്ങൾക്ക് മുഖത്തേക്ക് ഇതുപോലെ 2 മിനിറ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കറിയാലോ പഞ്ചസാര നല്ലൊരു സ്ക്രബ്ബറാണെന്നുള്ളത് അറിയാലോ. അപ്പോൾ നന്നായിട്ട് ഈ അലോവേരയും പഞ്ചസാരയും മിക്സ് ചെയ്ത ഈ ഒരു മിക്സ് നമ്മുടെ മുഖത്തേക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇത് മുഖത്ത് മാത്രമല്ല, കഴുത്തിൽ യൂസ് ചെയ്യുക, നമ്മുടെ കയ്യിൽ യൂസ് ചെയ്യുക, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ പിന്നെ ഇനി ചിലർ പറയൂ ഈ കറുത്ത കൈകളിൽ കാണിക്കാണ്ട് എങ്ങനെ റിസൾട്ട് മനസ്സിലാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരോടൊന്നും ഇപ്പോൾ എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഒരുപാട് കമൻറ്റ്സ് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ് ഞാനിവിടെ മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുടച്ചാളി. അപ്പോൾ 2 മിനിറ്റ് മസാജ് ചെയ്യുക മാത്രമേ ചെയ്യണു കേട്ടോ. അത് ഡ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ഒന്നും ചെയ്യേണ്ട. 2 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡെഡ് സ്കിന്നെല്ലാം ഒന്ന് കളയുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നോക്ക്, ആ ഒരു സ്ക്രബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. മുഖത്തായാലും കയ്യിലായാലും പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും. അലോവേരയും ഈ പഞ്ചസാര എന്ന് പറയുന്നത് നല്ലൊരു സാധനമാണ് നമ്മുടെ മുഖത്തിന്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന സ്കിൻ ടൈപ്പുകാർക്ക് പറ്റൂല അങ്ങനെയൊന്നുമില്ല. പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും, അവർക്ക് എല്ലാം അങ്ങനെ സൂട്ടാവണമെന്നില്ല. അപ്പോൾ ഇത് കണ്ടോ. ഇനി അടുത്തത് വേണ്ടത് വീണ്ടും 1 ടേബിൾ സ്പൂണോളം തന്നെ അലോവേര ജെല്ലെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഗ്ലിസറിനാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വളരെയധികം സഹായിക്കുന്നതാണ്. നമ്മുടെ എല്ലാ സോപ്പുകളിലെല്ലാം ഈ ഗ്ലിസറിൻ ഉണ്ടാവും കേട്ടോ. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഹണിയാണ്. ഹണിയും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഹണി നമ്മുടെ മുഖത്തിന് നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. വെറുതെ ഹണി മുഖത്ത് തേക്കുന്നതും വളരെ നല്ലതാണ്. ഇതിനെ അലോവേര ജെല്ലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് തേക്കുകയാണെങ്കിൽ ബെസ്റ്റാണ്. ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുക കേട്ടോ. ഡെയിലി നിങ്ങൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇത് അപ്ലൈ ചെയ്ത് രാവിലെ അങ്ങ് കഴുകി കളഞ്ഞാൽ മതി. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ മുഖത്തേക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ട്രൈ ചെയ്ത ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇത് അറിയുന്നതായിരിക്കും. ആ ട്രൈ ചെയ്തവർ ഉറപ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ റിസൾട്ടിനെ കുറിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടിനെ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ആ സ്ക്രബ് ചെയ്ത കൈ ഒന്ന് തുടച്ചിരുന്നല്ലോ നേരത്തെ, അത് കഴുകി കളഞ്ഞിട്ടൊന്നുമില്ല. സ്ക്രബ് ചെയ്തിട്ട് തുടച്ചിട്ട് മാത്രമേ ഉള്ളൂ. ആ കൈയിലേക്ക് തന്നെ നമ്മൾ നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നേരത്തെ അതുപോലെ തന്നെ 2 മിനിറ്റ് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഇത് 2 രീതിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യട്ടെ. നിങ്ങളിപ്പോൾ രാത്രി തന്നെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഏത് ഫേസ് പാക്കും വൈകുന്നേരങ്ങളിൽ യൂസ് ചെയ്യുന്നത്, അതായത് വെയിൽ താണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നമുക്ക് ഫസ്റ്റ് ഒരു കോട്ട് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അതൊന്ന് ഡ്രൈ ആവുമല്ലോ. അത് ഡ്രൈ ആയതിൻ്റെ ശേഷം വീണ്ടും അതിൻ്റെ മേലെ രണ്ടാമതൊരു കോട്ടും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ ബെസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. നിങ്ങളിത് രാത്രിയെ തേക്കുന്നതാണെങ്കിൽ രാവിലെ ഉണങ്ങുന്നത് വരെ മുഖത്താടെ വെച്ചാൽ മതി കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിനൊന്ന് ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ കൈ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു നല്ല വെള്ളത്തിലുള്ള ഒരു തുണി എടുത്തിട്ട് ആദ്യം ഒന്ന് തുടച്ചാളിയാം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രാത്രി എല്ലാന്നാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലാട്ടോ യൂസ് ചെയ്തതിന് ശേഷം കഴുകിയിട്ടല്ല കിടക്കുന്നതാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ആദ്യം ഒന്ന് മുഖം ഒന്നങ്ങ് വെള്ളത്തിലങ്ങ് തുടച്ചാളിയാം. ഒരു ഇതിൽ കോട്ടൻ്റെ തുണിയായിട്ട് എടുത്തിട്ട് ഒന്ന് തുടച്ചാളി. ഇപ്പോൾ നോക്കിയിട്ടെ നിങ്ങൾ എൻ്റെ കൈക്ക് വന്നിരിക്കുന്ന മാറ്റം. നല്ലൊരു ഗ്ലോ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ
ചെയ്ത് നോക്കുക. ഇത് വലിയ പണിയുള്ള കാര്യമൊന്നുമില്ല, വെറും 3 സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതിനെ കൊണ്ട് തന്നെ വളരെ ബെസ്റ്റ് റിസൾട്ടാണ്. ഈ അലോവേരയിൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും തന്നെ ഉള്ള സാധനമാണ്. അപ്പോൾ ഇത് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇത് നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ടങ്ങ് തുടച്ചളിയാം. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ഒന്ന് അത് ആ ഒരു പശപശപ്പെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് തുടച്ചളിയുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ 2 കൈയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടോ, മറ്റേ കൈനേക്കാൾ ഈ ഒരു കൈ നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും ഇത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ മുഖത്തുള്ള എല്ലാ കറുത്ത പാട് കരുവാളിപ്പ് എല്ലാം മാറിയിട്ട് മുഖം നല്ല ഗ്ലോ വരാനും നല്ല നിറം വരാനും സഹായിക്കുന്ന ഒരു പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.